الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഇലക്ഷന്റെ ചൂടിലാണ് നമ്മുടെ നാടും ഗ്രാമപ്രദേശങ്ങളും ഇന്നുള്ളത്. ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരുടേതായ പാർട്ടികളും അവർ സ്നേഹിക്കുന്ന അവരുടേതായിട്ടുള്ള നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരെ ജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള പരിശ്രമത്തിലാണ് രാവും പകലും ഓരോ ആളുകളും ഇന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന ഈ സ്വതന്ത്ര രാജ്യത്തിന്റെ നിർഭയത്വവും ഇതിന്റെ ഈയൊരു അഖണ്ഡതയും ഐക്യവും ജനാധിപത്യവും അത് നിലനിൽക്കുക എന്നതിൽ ഇത്തരം വോട്ടിനും മറ്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ, ഇത്തരം സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ അവഗണിക്കുകയോ നിസാരവൽക്കരിക്കുകയോ അതിൽ നിന്ന് മാറി നിൽക്കുകയോ അരാഷ്ട്രീയവാദം അത് സ്വന്തം നിലപാടുകൾ കൊണ്ട് രൂപീകരിക്കുകയോ ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കരണീയമായിട്ടുള്ളതല്ല. നാം ജീവിക്കുന്ന മണ്ണിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ നിലനിൽപ്പും അവിടുത്തെ നിർഭയത്വവും അവിടെ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സമാധാന അന്തരീക്ഷവും സൃഷ്ടിക്കുന്നിടത്ത് വിശ്വാസികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാം ഭാഗമായി മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതോടൊപ്പം ഇലക്ഷൻ എന്ന് മാത്രമല്ല, ഏതൊരു ഘട്ടം വരുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നീതിബോധവും ധാർമ്മിക ചിട്ടയുമെല്ലാം ഉണ്ട് എന്നത് വിസ്മരിക്കാതെ വേണം നമ്മൾ മുന്നോട്ടു പോകാൻ. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മത്സരമെന്ന് പറയുന്നത്
അത് സ്വർഗത്തിനു വേണ്ടിയുള്ള മത്സരമാണ്. ആ മത്സരത്തിന് വിഘാതമായിട്ട് തടസ്സമായിട്ട് ഒന്നും തന്നെ നമ്മെ ഉണ്ടാകാൻ പാടില്ല. ഇലക്ഷനായിരുന്നാലും നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷനുകളായിരുന്നാലും വ്യക്തിജീവിതത്തിലുള്ള ജോലിയും പഠനവും മറ്റേത് വിഷയമായിരുന്നാലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അത് തകർക്കുന്ന രീതിയിലാകരുത് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങളും നമ്മുടെ മറ്റ് സാമൂഹ്യ സേവനങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള സാമ്പത്തിക സ്വരൂപണങ്ങളും വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ നീക്കങ്ങളുമൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വിഘാതമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇരുലോകത്തും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ലഭിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പാലിക്കുന്നവരോടൊപ്പമാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാളന്മാർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അനുഗ്രഹമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ദുനിയാവിലുണ്ട്, ഖബറിലുണ്ട്, പരലോകത്തുണ്ട്. ഇവിടെ നാം ആഗ്രഹിക്കുന്ന വിജയവും സമാധാനവും സന്തോഷവും ലഭിക്കാൻ കാപട്യമില്ലാതെ, അധർമ്മങ്ങളില്ലാതെ, അനീതിയില്ലാതെ, അസ്വാസ്ഥ്യങ്ങളില്ലാതെ പരിപൂർണമായിട്ടും പാരത്രിക മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരായിട്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലും മതം വേണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും രണ്ട് തന്നെയായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മതത്തിന്റെ ശാസനകളെ, നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ, വിലക്കുകളെ പാലിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി കളവ് പ്രചരിപ്പിക്കുക എന്നത് നമുക്കൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കളവ് പറയുന്നവർ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഖദ്ദാബാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖബറിൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് അവരുടെ മുഖവും അവരുടെ മാറും അവർ വലിച്ചു കീറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നുഹാസുൻ, അവരുടെ വിരലുകൾ, അവരുടെ നഖങ്ങൾ അത് പ്രത്യേകമായിട്ടുള്ള മൂർച്ചയുള്ള ചെമ്പിന്റേതായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ഏഷണി പറയുന്നവരാണ്, പരദൂഷണം പറയുന്നവരാണ്, നമീമത്തുമായി നടക്കുന്നവരാണ്, കളവ് പ്രചരിപ്പിക്കുന്നവരാണ്. രാവിലെ അവൻ വീട്ടിൽ നിന്നിറങ്ങും, വൈകുന്നേരമാകുമ്പോഴേക്കവൻ തൊടുത്തുവിട്ട കളവ് ചക്രവാളം മുട്ടെ ആളുകളിലേക്കെല്ലാം എത്തും. അവന്റെ മുഖം വലിച്ചു കീറിക്കൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗീബത്ത് നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. എന്താണ് ഗീബത്ത്? ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ അവനെക്കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം നീ അവനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകര് ആ കുറ്റകൃത്യം അവൻ ചെയ്തതാണെങ്കിലോ അവന്റെ പേരിൽ തെളിയിക്കപ്പെട്ടതാണെങ്കിലോ അങ്ങനെ ഒരു വ്യക്തിയുടെ പോരായ്മകൾ അത് തെളിയിക്കപ്പെട്ടതാണെങ്കിലും നീ അത് പറഞ്ഞു നടക്കുന്നവനാകരുത് എന്നതാണ്. അപ്പോൾ രാഷ്ട്രീയമായി നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോഴും സാമൂഹികമായി നമ്മൾ നോക്കുമ്പോഴും ഏറ്റവും അർഹരിലേക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചേരാൻ ആരായിരിക്കണം ഈ സ്ഥാനം അലങ്കരിക്കേണ്ടത്? അയാളുടെ കഴിവും അയാളുടെ ആ ഒരു നീതിബോധവും അയാളുടെ ധാർമ്മികതയുമെല്ലാം ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം എങ്കിൽ പോലും ആളുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ, കുടുംബപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവരുടെ മറ്റു പോരായ്മകൾ അത് ചികഞ്ഞന്വേഷിച്ച് ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരിക്കലും നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണിത്. നാളെ പരലോകത്ത് പാപ്പരാകുന്നവർ ആരാണ്? മറ്റൊരുത്തന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവനാണ്, അവനെക്കുറിച്ച് അപവാദം പറഞ്ഞവനാണ്, അവന്റെ സമ്പത്ത് അപഹരിച്ചവനാണ്. നാളെ പരലോകത്ത് മുഫ്ലിസായിട്ട് ഉയർത്തിനിൽപ്പിക്കപ്പെടുന്നവനായിരിക്കും അവനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്നുള്ളതാണ്. പരസ്പരം തമ്മിലടിക്കുന്ന നമീമത്ത് എന്ന ആ ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിലക്കിയിട്ടുണ്ട്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും
നമ്മൾ മാറി നിൽക്കുക. അത് നോട്ടമാകട്ടെ, പ്രവർത്തനമാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമുക്ക് ആവശ്യമില്ലെന്നും നമുക്ക് പരലോകത്ത് അപകടമായിരിക്കും ഈ ഒരു വാക്ക് എന്നും നമുക്ക് ബോധ്യമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കുക എന്നുള്ളതാണ്. വജുഹുൽ ഇഫ്സാദിന് വേണ്ടി, പരസ്പരം ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഖൈറില്ലെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വഖുൽ ഇബാദി യഖൂലു ലില്ലതി ഹിയ അഹ്സൻ, എന്റെ ദാസന്മാരോട് നീ പറയൂ ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ. ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ഛിദ്രതയും കുഴപ്പങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കും. ഇന്ന ശൈത്വാന കാന ലിൻസാനി അദുവ്വൻ മുബീന, തീർച്ചയായിട്ടും പിശാച് മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള വ്യക്തമായ ഒരു ശത്രു തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദൻ വലാ തജസ്സസു വലാ യഅതബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇജ്തനിബു കസീറൻ മിനദ്ദന്നി, ഊഹാപോഹങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. കാരണം ഊഹിച്ചു പറയുക എന്നുള്ളത് അക്ദബുൽ ഹദീസ്, ഏറ്റവും മോശപ്പെട്ട വാക്കുകളിൽ ഏറ്റവും കള്ളമായ വാക്കാണ് ഊഹിച്ചു പറയുക എന്നുള്ളത്. ഒരാൾ എന്താണോ പറയുന്നത് അത് കേൾക്കാനും അയാൾ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നല്ലാതെ ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അയാളെക്കുറിച്ച് നമ്മൾ ഊഹിച്ചു തുടങ്ങുക എന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. ഒരാൾ എന്തിനൊരു കാര്യം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാകാതെ നാം ഊഹിച്ചു പറയുക എന്നത് അക്ദബുൽ ഹദീസാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വല തജസ്സസു, നിങ്ങൾ പരസ്പരം ചാരപ്പണികൾ ചെയ്യരുത്. വല യഅതബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവുകളും വാരി വിതറരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ മയ്യത്ത് അത് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഫലാ ഉഖ്ബിറുക്കും ബിശിറാറിക്കും, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ഖാലൂ ബല, അവർ പറഞ്ഞു അതെ, പറഞ്ഞു തരൂ. അൽ മശ്ശഊന ബിൻ നമീം, നമീമത്തുമായിട്ട് നടക്കുന്ന ആളുകളാണവരും. അൽ മുഫ്സിദൂന ബൈന അൽ അഹിബ്ബ, സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണവർ. അൽ ബാഗൂനൽ ബുറാഅ അൽ അനത്, നിരപരാധികളായുള്ളവരുടെ നാശം കൊതിക്കുകയും ചെയ്യുന്നവരാണവരെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ, ഒരാൾക്ക് കളവായിട്ട് മതി. എന്താണ്? അൻ യുഹദ്ദിസ് ബികുല്ലി മാ സമിഅ, അവൻ കേൾക്കുന്നത് പറഞ്ഞു നടന്നാൽ തന്നെ ഒരാൾ കള്ളനായിട്ട് മാറുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്ന, കളവുകൾ പ്രചരിപ്പിക്കുന്ന, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു സമയമാണിവിടെ. ഒരുപാട് ധാർമ്മിക അച്ചടക്കങ്ങൾ പാലിക്കേണ്ട വിഷയമാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംസാരങ്ങൾ, അവർ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ, അവർ തമ്മിലുള്ള ടച്ചിങ്. ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ ഒരു സ്ത്രീയെയും സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇലക്ഷനായിരുന്നാലും മറ്റേതായിരുന്നാലും ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷന്, ഒരു അന്യ പുരുഷന് ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കാൻ അനുവാദമില്ല. നീ അവളെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ തലയിൽ ഇരുമ്പിന്റെ ആണി അടിച്ചു തറക്കലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ധാർമ്മികതയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനും, പൊതുവായിട്ട് എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യുകയല്ലേ വേണ്ടത് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള ധാർമ്മികമായ മതപരമായ ഒരു നിലപാടും ഒരു വഴിയുമുണ്ടെന്ന് മനസ്സിലാക്കി ആ രംഗത്ത് ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വികസനങ്ങളെക്കുറിച്ചോ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പലരും അവരുടെ സൗന്ദര്യ പ്രകടനമാണ് നടത്തുന്നത്. ഈ അടുത്ത് ഇതിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട, പുറത്തിറക്കപ്പെട്ട ഒരു വീഡിയോ കാണുകയുണ്ടായി. കണ്ടാൽ തോന്നുക അവരുടെ പേഴ്സണൽ വ്ളോഗാണോ അവർ ചെയ്യുന്നത്, ഫോട്ടോഷൂട്ടാണോ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. അവർ വ്യത്യസ്ത ആംഗിളിൽ നടക്കുന്നതും ഇരിക്കുന്നതും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ശരീരം കാണിച്ചുകൊണ്ടാണോ ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത്? ഒരിക്കലും അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. മറിച്ച് ഈ വിഷയത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ
പൂർണ്ണമായിട്ടും പാലിക്കുക എന്നുള്ളതാണ്. സ്ത്രീകളും പുരുഷന്മാരും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുക. ഇതുകൊണ്ട് പല കുടുംബങ്ങളും തകരുന്ന സാഹചര്യമുണ്ട്. പലരും വലിയ വലിയ അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. വ്യഭിചാരവും സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളും ഇതിലൂടെ നടന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ജാഗ്രത കാണിക്കാൻ ഇസ്ലാം നൽകിയ നിർദ്ദേശങ്ങളെ ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ്. അപ്പുറത്തുള്ളയാളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന വേലകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീന് പാലിച്ച് ജീവിക്കുന്ന പതിവ്രതകളായിട്ടുള്ള അവരുടെ ശരീരത്തെ സ്വന്തം ഇണകളിൽ മാത്രം അർപ്പിച്ച് ജീവിച്ച് ശീലിച്ചിട്ടുള്ള സ്ത്രീകൾ, അവരെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് വൻ പാപമായിട്ട്, അക്ബറുൽ കബായിറായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലെല്ലാം നമ്മൾ നല്ല ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നടത്തത്തിലും നമ്മുടെ ക്രയവിക്രയങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലും നന്നായിട്ട് ശ്രദ്ധിക്കുകയും നമ്മുടെ വാക്കുകൾ, നമ്മുടെ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട്, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വാഗ്വാദങ്ങളിൽ ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കൊട്ട് അധികാരം ലഭിക്കുകയുമില്ല. പടച്ചറബിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്നതിനെ എത്ര ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു അവരെ വെറുക്കും, അവർക്ക് ഭൗതികമായി ലഭിക്കേണ്ടത് ലഭിക്കുകയുമില്ല എന്നാണ്. അതുകൊണ്ട് എല്ലായിടത്തും അല്ലാഹുവിന്റെ തൃപ്തി ശ്രദ്ധിച്ചുകൊണ്ടും അത് സൂക്ഷിച്ചുകൊണ്ടും അത് ഉറപ്പുവരുത്തിക്കൊണ്ടും നമുക്ക് വിഹിതമായിട്ടുള്ളത്, നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താനും നമ്മുടെ ഓരോ നീക്കങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കുന്ന നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ബോധവൽക്കരണങ്ങളും തിരിച്ചറിവുകൾ കൈമാറലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അനുവദിച്ച വഴികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രംഗത്ത് ഇടപെടുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും ധാർമ്മികതയെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നേതൃപദവി അലങ്കരിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അധ്വാനിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഇസ്ലാമികമായ അല്പം ചില മര്യാദകൾ കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേതൃത്വം, ഭാരവാഹിത്വം, അധികാരം, റിയാസത്ത്, ഇമാറത്ത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസി ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ വന്നു ചേർന്നാൽ അത് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുമാണ്. വലിയൊരു അമാനത്തായിട്ടാണ് ലീഡർഷിപ്പിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതൊരു കുടുംബത്തിന്റെ ലീഡർഷിപ്പാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, ഒരു സ്ഥാപനത്തിന്റെ ലീഡർഷിപ്പാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, ഒരു സംഘടനയുടെ, ഒരു മഹലിന്റെ, ഒരു പാർട്ടിയുടെ, ഒരു വാർഡിന്റെ, ഒരു പഞ്ചായത്തിന്റെ, അങ്ങനെ 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 കിട്ടുന്ന അധികാരങ്ങളും ലീഡർഷിപ്പും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, ആ ഭരണീയരെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. പർവ്വതങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള സകല ജന്തുക്കൾക്കും നേരെ നീട്ടിയിട്ടവരാരും ഏറ്റെടുക്കാത്ത കാര്യമാണ് അമാനത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്ത്. അല്ലാഹു അമാനത്ത് നിർവഹിക്കാൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുതു മുതൽക്ക് വലുതുവരെയുള്ള അധികാരങ്ങൾ കൈയാളുന്നവരാണ് നമ്മളെല്ലാവരും. ഇനി അധികാരികളാകാനുള്ള ആളുകളുണ്ട്, ലീഡർഷിപ്പിലേക്ക് കയറി വരാൻ സാധ്യതയുള്ളവരുണ്ട്. അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതൊരു അമാനത്താണ്. അതുകൊണ്ട് തന്നെ ആ അമാനത്ത് പടച്ചറബ് ചോദ്യം ചെയ്യും എന്ന തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം. രണ്ട്, ലീഡർഷിപ്പിലേക്ക്, ഇമാറത്തിലേക്ക്, റിയാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ കടന്നു വരാനുള്ള ശ്രദ്ധയാണ് ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും ആളുകളെ കാണിക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്തു കൂട്ടിയാൽ, ഒരാൾ ചെയ്യുന്ന എന്തെല്ലാം ത്യാഗങ്ങളാണ് പൊതുപ്രവർത്തകർ ചെയ്യുന്നത്, രാവും പകലും സമൂഹത്തിന് വേണ്ടി ഓടിയിട്ട് എനിക്ക് ആളുകൾക്കിടയിൽ നല്ലൊരു വിലയുണ്ടാകട്ടെ, എന്നെ ആളുകൾ അംഗീകരിക്കട്ടെ, ഞാൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരുത്തനാകട്ടെ, എന്നെക്കുറിച്ച് എല്ലാവരും പ്രശംസിക്കട്ടെ എന്നൊക്കെയാണ് നെയ്യത്തെങ്കിൽ സുഹൃത്തുക്കളെ, അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം ആ പ്രശംസയും ആ സ്ഥാനവും മാത്രമായിരിക്കും. മൻ സമ്മഅ
സമ്മഅ അല്ലാഹു ബിഹി വമൻ റഅ അല്ലാഹു ബിഹി. ആരെങ്കിലും മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ അവർക്ക് അല്ലാഹു അത് കൊടുക്കും. ആരെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്വാനങ്ങളെല്ലാം നിർവഹിക്കുന്നതെങ്കിൽ അവർക്ക് അല്ലാഹു അത് കൊടുക്കും എന്നതാണ്. അതുകൊണ്ട് നല്ല സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് മറ്റുള്ളവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക, മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള പൊതുപ്രവർത്തനമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല ഒരു ഇബാദത്താണ്. ആ ഒരു നല്ല ഉദ്ദേശമായിരിക്കണം ലീഡർഷിപ്പിലേക്ക് പ്രവർത്തിക്കുന്നവരും അതിന്റെ പിന്നാലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെയും ഉദ്ദേശം അതായിരിക്കണം. നാട്ടിൽ നല്ല ഒരു അവസ്ഥയുണ്ടായിരിക്കാൻ, ഇവിടെ പാവങ്ങൾക്കും അതുപോലെ തന്നെയുള്ള അവകാശികൾക്കും ഇവിടെ അവകാശങ്ങൾ വകവെച്ച് നൽകാൻ, ഇവിടെ വർഗീയവൽക്കരിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പൊതു സ്വഭാവത്തെ മാറ്റിമറിക്കാനും അട്ടിമറിക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സമ്മതിക്കാതെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സാഹോദര്യവും നിലനിർത്തിപ്പോകാൻ അങ്ങനെ നല്ല ഉദ്ദേശത്തോടുകൂടെയായിരിക്കണം ഈ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഉദ്ദേശം മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മാർഗവും നന്നാകണം എന്നുള്ളതാണ്. ലഹരി കൊടുത്തും അതുപോലെ തന്നെ അനാവശ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തും എല്ലാ തരത്തിലുമുള്ള അതിരുകൾ ലംഘിച്ചുകൊണ്ടും ലീഡർഷിപ്പിലേക്ക് കയറി വരിക എന്നതിനു വേണ്ടിയിട്ട് എല്ലാ നിലക്കും രാവും പകലും പണിയെടുക്കുന്ന അവസ്ഥ ഒരിക്കലും പാടില്ലാത്തതാണ്. നമുക്ക് അത് ലഭിക്കാനുള്ള നൈതികത, ധാർമ്മികത പാലിച്ചുകൊണ്ട് നമുക്ക് അനുവദിച്ച മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കാമെന്നല്ലാതെ അനാവശ്യങ്ങളിലൂടെ അതുപോലെ തന്നെ ഹറാമായ വഴികളിലൂടെ നല്ല ലക്ഷ്യം മുന്നിൽ വെച്ചാണെങ്കിൽ പോലും അതിലെ വഴികൾ റോങ് ആയിക്കൂടാ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. ദുൽമ് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഹറാമുകളുടെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് ഏതു വലിയ സ്ഥാനവും ഏത് കാര്യങ്ങളും നമ്മൾ നേടാൻ പാടില്ല. വലിയ ഉദ്ദേശമായിരിക്കാം, ഉമ്മനും ഉപ്പനെയും പോറ്റാണ് ലക്ഷ്യം, പക്ഷെ അതിനുവേണ്ടി മോഷ്ടിക്കാൻ പറ്റും, മറ്റൊരാളെ കൊല്ലാൻ പറ്റും, അതിനുവേണ്ടി പലിശ വാങ്ങാൻ പറ്റും. ഇല്ല, അള്ളാഹു ഹറാമാക്കിയത് ഹറാമ് തന്നെയാണ്. ആ ഹറാമുകളെ ന്യായീകരിക്കാൻ നമ്മൾ മറ്റു ന്യായങ്ങൾ കൊണ്ടുവരിക എന്നൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് ലക്ഷ്യം നന്നായാൽ പോരാ, മാർഗവും നന്നാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധിക്കുന്ന ഓഫറുകളെ നൽകാവൂ. ലോകം മുഴുവൻ ഞാൻ അട്ടിമറിക്കുന്നൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് ദുർബലതയുണ്ട്. ആ ദുർബലതയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അതുമാത്രം വാഗ്ദാനമായിട്ട് നമ്മൾ നൽകുക എന്നുള്ളത്, പൊള്ളയായ വാഗ്ദത്തങ്ങൾ നൽകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാണ്. അത് കപടന്മാരുടെ ലക്ഷണവുമാണ്. അതുകൊണ്ട് സാധിക്കുന്ന ഓഫറുകളെ നമ്മൾ നൽകേണ്ടതുള്ളൂ എന്നതാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ അത് നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. വഔഫൂ ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല. ഓഫറുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നൽകി അധികാരത്തിൽ കയറി പിന്നെ ആളുകൾക്ക് കയ്യും വീശി അങ്ങ് പോയി പിന്നെ അയാളെ കാണുന്നത് 5 വർഷത്തിന് ശേഷമാണ്. ആ ഒരവസ്ഥ ഒരിക്കലും മുസ്ലിം ഡെലിഗേറ്റ്സുകൾക്ക് ഒരിക്കലും അതിനുള്ള അനുവാദമില്ല. അവർ വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ വാക്കാണ്. നമ്മുടെ നാട്ടുംപുറത്തിൽ വർത്താനുണ്ട്, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, എന്നാ ആ വാക്ക് മാറ്റിക്കോ. വാക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. ഇന്നൽ അഹദ കാന മസ്ഊല. വാഗ്ദാനങ്ങളെക്കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യും. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിന് കൊടുത്ത വാഗ്ദാനം അത് പാലിക്കുമെന്ന് വരെ ഉറപ്പിച്ചു റസൂലുള്ളാഹ്. അല്ലെ, കുട്ടിയെ അടുത്തേക്ക് വിളിക്കാൻ വേണ്ടി ഒരു ഉമ്മ എന്നാ സാധനമുണ്ട് എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചപ്പോൾ റസൂൽ ചോദിച്ചു, കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പേരിൽ കളവ് രേഖപ്പെടുത്തുമെന്നാണ്. ഒരു ബോധം വെക്കാത്തൊരു കുഞ്ഞിനെപ്പോലും വല്ലതും കാണിച്ചുകൊണ്ട് കയ്യിലില്ലാത്ത സാധനം കാണിച്ച് കബളിപ്പിക്കാൻ പാടില്ലെങ്കിൽ ബോധവും ചിന്തയും വിവരവും വിദ്യാഭ്യാസവുമുള്ള പൊതുജനത്തെ കഴുതയാക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഒരിക്കലും അത് പാടില്ലാത്ത കാര്യം. അതുകൊണ്ട് ഔഫൂ ബിൽ അഹദ്, കരാറുകൾ, വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അത് നിർവഹിക്കണം. ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസാരിച്ചാൽ വായെടുത്താൽ കളവ് പറയാ, വാഗ്ദത്വത്തിൽ ഏർപ്പെട്ടാൽ അത് ലംഘിക്ക, വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ വഞ്ചന കാണിക്കാം, പിണങ്ങിയാൽ പരസ്പരം തെറി വിളിക്കാം. ഇതെല്ലാം കപടന്മാരുടെ ലക്ഷണമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറ്റാവുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് കിട്ടുന്നെങ്കിൽ മതി. ഇത് വലിയ ചുരുക്കുള്ള സംഭവമൊന്നുമല്ല, ഇത് വലിയ അലങ്കാരമൊന്നുമല്ല. ഇത് പടച്ചറബ് ചോദ്യം ചെയ്യുന്ന വലിയ അമാനത്താണ്. അതുകൊണ്ട് കിട്ടുന്നെങ്കിൽ മതി.
കിട്ടിയോ കൊടുത്ത വാഗ്ദാനങ്ങളെ കൃത്യമായിട്ട് പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീടുകൾ കയറിയിറങ്ങി നമ്മളാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലായി? ആരാണ് ഇതിന്റെ സ്ഥാനാർത്ഥി അയാൾക്ക് മാത്രമൊന്നല്ല, വീടുകൾ കയറിയിറങ്ങി പറഞ്ഞത് നമ്മളാണെങ്കിൽ നമുക്കും അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പറ്റാവുന്നത് പറയാ, പറഞ്ഞത് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന നന്മകൾ എന്തെല്ലാമുണ്ടോ അതിന് പരമാവധി നമ്മൾ നമ്മുടെ സമയം മാറ്റിവെക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ തശഫഉ തുജറു, നിങ്ങൾ നന്മക്ക് വേണ്ടി ശുപാർശ പറയണം. അയാൾക്ക് ഇന്നത് ചെയ്തു കൊടുക്കണം, അയാൾക്ക് ഇന്ന സീറ്റ് കൊടുക്കണം, അത് നന്മക്ക് വേണ്ടി നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ലീഡർഷിപ്പ് ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്ന നന്മകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം പരമാവധി വാരിക്കൂട്ടാനുള്ള ശ്രദ്ധ ലീഡർഷിപ്പിലുള്ള ആളുകൾ. അത് ഇത് മാത്രമല്ല, ഏത് ലീഡർഷിപ്പും അങ്ങനെയാണ്. ആ ലീഡർഷിപ്പ് ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ മുന്നിൽ നിൽക്കുക എന്നുള്ള, ലീഡർഷിപ്പ് ഉപയോഗപ്പെടുത്തി ചെയ്യാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ഹറാമുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാമെന്നുള്ളത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പരസ്പരം ഫിത്നയുണ്ടാക്കാനുള്ളതല്ല, കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ളതല്ല, അകൽച്ചയുണ്ടാക്കാനുള്ളതല്ല, മനുഷ്യന്മാരെ ചേരിതിരിക്കാനുള്ളതല്ല, അധർമ്മങ്ങളും അനീതിയും നാട്ടിൽ നടമാടാൻ വേണ്ടി അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയല്ല. കുറ്റക്കാരൻ ചെയ്ത ശിക്ഷയുടെ കുറ്റത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ അവനെ ഇറക്കാനുള്ളതല്ല നമ്മുടെ ലീഡർഷിപ്പ്. അവിടൊക്കെ ധാർമ്മികത പാലിക്കണം. തെറ്റ് ചെയ്തവർ നാട്ടിൽ വിലസുമ്പോൾ തെറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്കത് പ്രചോദനമായിരിക്കും. തെറ്റ് ചെയ്യുന്നവൻ പിടിക്കപ്പെടണം, അവൻ ശിക്ഷിക്കപ്പെടണം. അതാണ് നമ്മുടെ നിലപാട്. അവിടെ ഒരിക്കലും യാതൊരു തരത്തിലുമുള്ള ഒത്താശ ചെയ്തു കൊടുക്കാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വക്കും പുണ്യത്തിനും വേണ്ടി നിങ്ങൾ പരസ്പരം സഹായിക്കണം. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനു വേണ്ടിയും തിന്മകൾക്ക് വേണ്ടിയും പരസ്പരം ശത്രുതയ്ക്ക് വേണ്ടിയും നിങ്ങൾ ആരെയും സഹായിക്കരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അനീതിക്കും തിന്മക്കും അഴിമതിക്കും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടുനിൽക്കരുത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും നീറ്റലുണ്ടാക്കുന്ന പല കാഴ്ചകളും നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെ? ഒരു പിഞ്ചു പൈതലിനെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട് അത് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ട് അത് പിടിക്കപ്പെടാതെ വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും കൊടുത്ത സപ്പോർട്ടാണ്. സ്വന്തം വീട്ടിൽ നിന്ന് 6 വയസ്സുള്ള പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്ന ആ ഒരു സത്യം പോലും മറച്ചുവെച്ച് മറ്റുള്ളവർ മടക്കി പിടിച്ച കാശിന് വേണ്ടിയും അവരുടെ ഭീഷണിക്ക് വഴങ്ങിയുമൊക്കെ നിയമങ്ങളെ കയ്യിലെടുത്ത് അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആരാണിവിടെ ഡ്രഗ്സ് മാഫിയയെ സംരക്ഷിക്കുന്നത്? നമ്മൾ പഠിച്ചു നോക്കേണ്ടതാണ്. ആരാണ് ഇവിടുത്തെ സെക്സ് റാക്കറ്റുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്? ഒളിക്യാമറ വെച്ച് സെക്സ് റാക്കറ്റുകൾ താമസിക്കുന്ന ഹോട്ടൽ മുറികളിലേക്ക് മീഡിയക്കാർ കടന്നു ചെന്നിട്ട് ചോദിച്ചു, പോലീസ് പിടിക്കില്ലെന്ന് ചോദിച്ചപ്പോ ഒരു പ്രശ്നവുമില്ല, എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റഡ് ആണ്, ആരെയും നിങ്ങൾ പേടിക്കണ്ടെന്നാണ്. ആരാണ് ഇത്തരം അധർമ്മങ്ങളുടെ വേദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? നാടിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിലേക്കും അതുപോലെ തന്നെ കള്ളക്കടത്തിലേക്കും അനാവശ്യ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് ഇപ്പറയപ്പെടുന്ന നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ ഹോൾഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ലീഡർഷിപ്പ് അലങ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് പോകാനും പറ്റും. ചില ആൾക്കാരുടെ വിചാരമാണ് ഇതൊന്നും പാലിച്ചു പോകാൻ പറ്റൂല, അനക്കതിനുള്ള കെൽപ്പില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്റെ നെട്ടല് ഒരു വാഴത്തണ്ടാണ് എന്ന് പറയാൻ ഇസ്ലാമിനെ കുറ്റം പറയണ്ട. തന്റെ ഇടമുള്ളവർ ജീവിച്ച് കാണിച്ചു തരും. മനസ്സിലായില്ലേ? അനക്കതിന് പറ്റൂലെങ്കിൽ എനിക്കതിന് കഴിയൂല എന്ന് പറയാനല്ലാതെ ഇതൊന്നും കഴിയൂല ആർക്കും. ഇന്നത്തെ കാലത്തൊന്നും ഇസ്ലാം പാലിച്ചതും പറ്റൂല എന്നൊന്നും എല്ലാരെ കുറിച്ച് പറയണ്ട, ജന്നെ കുറിച്ച് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇതൊക്കെ നടപ്പിലാക്കി കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് പോസ്റ്റിൽ ഇരുന്നിട്ട് മാന്യമായി 5 നേരം ജമാഅത്തിന് പോയി കൃത്യമായി തനിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ഒഴുകിയ ഒരാളെ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചാൽ മനസ്സിലായി. വെറുതെ പറയുന്നല്ലോ, ഒന്നും അറിയാതെ വെറുതെ വർത്താനം പറഞ്ഞ് വിചാരിക്കണ്ട. ഇതൊക്കെ പാലിച്ചു പോകാൻ പറ്റും. പാലിക്കലപ്പോഴറിങ്ങൾ ഒരു പരലോകമുണ്ടെന്നും അവിടെ എനിക്ക് ഡെസിഗ്നേഷൻ ഇല്ലാന്നും മുദ്രാവാക്യം വിളിക്കാൻ 100-100 ആൾക്കാരെന്റെ പിന്നിലുണ്ടാവില്ല എന്നും അവിടെ എനിക്ക് വേണ്ടി വെടിമുഴങ്ങുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഒരുത്തന്റെ ഉള്ളിക്കണിറങ്ങിയാലേ ഓൻ മര്യാദക്കണ് പാലിക്കും. അത് ഉള്ളിക്കണ് ഇറങ്ങാത്തവനെ എല്ലായിടത്തും മതത്തിന്റെ ആൾക്കാരെ കാണുമ്പോൾ മതത്തിനനുസരിച്ചും അല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അല്ലാത്തതിനനുസരിച്ചും അല്ലെ, കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്ന ചെക്കന്മാരെ കാണുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ഒഴുക്കിക്കൊടുത്തും അവനവന്റെ ലാഭത്തിന് വേണ്ടി ദീനിനെ വിറ്റയിക്കുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഈമാനാണ്.
അതുകൊണ്ട് ഈമാൻ ഉണ്ടോ നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അർഹിക്കുന്നത് മാത്രം കൈപ്പറ്റുക. ഒരുപാട് ഓഫറുകൾ ഉണ്ടാവും. എന്തേ ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. എന്തേ അവർക്ക് നിയമം നടപ്പിലാക്കാൻ കഴിയാത്ത, അവർക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഓരോരുത്തരെ പിടിച്ച് കെട്ടിട്ട് എന്തുകൊണ്ടാണ്? മുൻകാലത്ത് അവർക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് നമുക്ക് അർഹിക്കുന്നത് മാത്രമേ നമ്മൾ കൈക്കലാക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചതിക്കുഴികൾ പല വിധത്തിലുണ്ടാകും. പണം കൊണ്ടുണ്ടാകും, സ്ത്രീകളെ വെച്ചിട്ടുണ്ടാകും, പലതരത്തിലുള്ള ചതിക്കുഴികൾ ഉണ്ടാകും. ആ ചതിക്കുഴികളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അഹങ്കാരത്തിനുള്ള ഒരു പ്രൗഢിക്കുള്ളതല്ല, മറിച്ച് ലീഡർഷിപ്പ് കിട്ടുമ്പോൾ വിനയമാണ് ഉണ്ടാകേണ്ടത്. മദീനയിൽ പോയി മക്കയിലേക്ക് തിരിച്ചു വരുന്ന പ്രവാചകൻ മക്കയിലേക്ക് കയറിയത് തലകുനിച്ചുകൊണ്ടാണ്. പ്രവാചകന്റെ മുന്നിൽ ഒരാൾ നിന്ന് വറച്ചപ്പോ റസൂൽ അദ്ദേഹത്തോട് പറയാണ്, താങ്കൾ എന്തിനാണ് ഭയക്കുന്നത്? ഞാനൊരു രാജാവല്ല, ഈ മക്കയിൽ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ഒരു സാധാരണ പെണ്ണിന്റെ മകനാണ് ഞാൻ. എന്റെ മുന്നിൽ താങ്കൾ വിറക്കരുത്, പേടിക്കരുത്. അബൂ ഖുഹാഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവ് വൃദ്ധനായ അബൂ ഖുഹാഫയെ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ റസൂൽ പറയാണ്, എന്തിനാണ് ഈ വൃദ്ധനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഇവിടെ ഒരു നരേഷൻ ഉണ്ട്. അതെന്താ അറിയോ? ഇവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടാണ് ഇങ്ങനെ. ഇവർക്ക് ഭരണം കിട്ടിയാൽ അവരുടെ സ്വഭാവം കാണും. അതെ, ഭരണം കിട്ടിയാൽ സ്വഭാവം കാണും. നീണ്ട 15 കൊല്ലം പീഡിപ്പിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണിൽ എങ്ങനെ ജീവിച്ചു എന്നതും ഭരണം കിട്ടിയിട്ട് 8 കൊല്ലം എങ്ങനെ ജീവിച്ചു എന്നതും ചരിത്രത്തിലുണ്ട്. അത് പോയി ആർക്കും വായിച്ചു നോക്കാം. അത് മെഴുകുതിരി വെട്ടത്തിൽ കള്ളം പറയുന്നവന്റെ നാവിന് കാതോർത്തിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമല്ല. അധികാരം കിട്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാളെ നോവിച്ചു എന്ന് കാണിച്ചു തരാൻ ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ധൈര്യസമേതം വെല്ലുവിളിക്കാം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനെ പോലത്തെ ഒരു അധികാരമുള്ള നേതാവിനെ, ഇത്ര വിനയമുള്ള നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല സഹോദരന്മാരെ. എന്തെല്ലാം രൂപത്തിൽ പ്രവാചകനെ ആളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടറിയോ? എല്ലാത്തിലും പാസ്സായിട്ടാണ് പ്രവാചകൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അഹങ്കാരമുണ്ടാകരുത്. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനുള്ള വിശാലതയുണ്ടായിരിക്കണം. ആ ദുർബലന്മാരും ദരിദ്രന്മാരുമായ ആളുകളുടെ അവകാശം സംരക്ഷിക്കാൻ പറ്റണം. അതുപോലെ തന്നെ തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് സംഭവിച്ചാൽ നമ്മൾ പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുക, തെറ്റുകൾ നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ്. നമുക്ക് പടച്ചറബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ പദവിയെ ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ആരാധനയും നമ്മുടെ ഈ ഒരു സംഗതിയുടെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു കൂടാ. ഒരു തരത്തിലുമുള്ള അനിസ്ലാമികതയും ഇതിന്റെ പേരിൽ നമുക്ക് അനുവദിച്ചു കൊടുക്കാനോ ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ സാധിക്കില്ല. അതുകൊണ്ട് ആ രംഗത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് ആകത്തുകയായിട്ട് പറയാനുള്ളത്. പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല സമാധാനാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഇത്തരം സംരംഭങ്ങളെ ഒരു കാരണമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ഏറ്റവും നല്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ആളുകളെ, ധാർമ്മിക ബോധം കൈവിടാതെ മുന്നോട്ട് പോകുന്ന നേതൃത്വത്തെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും ഖൈറും ബർക്കത്തും റഹ്മത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരണം വരെ അവന്റെ ദീന് പാലിച്ച് ജീവിക്കാനും മരണാനന്തരം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.